ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളോട് കുറേ പേര് നമ്മുടെ മെയിൻ ചാനലിൽ നമ്മുടെ ഇൻഷുറൻസിനെ കുറിച്ച്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നതാണ് നമുക്ക് ആക്ച്വലി ഹെൽത്ത് ഇൻഷുറൻസ് എവിടെ നിന്ന് എടുക്കുന്നതാണ് നല്ലത്, ഡയറക്റ്റ് എടുക്കുന്നതാണോ അതോ തേർഡ് പാർട്ടി നമ്മുടെ ആപ്പ് വെബ്സൈറ്റ് ത്രൂ, അല്ലെങ്കിൽ അതായത് പോളിസി ബസാർ അങ്ങനത്തെ കുറേ സാധനം ഉണ്ടല്ലോ, അതിൽ കൂടെ എടുക്കുന്നതാണോ ബെറ്റർ. അപ്പോൾ ഏത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്? ഞാൻ എന്തായാലും ഇന്ന ഇൻഷുറൻസ് എടുക്കണമെന്നൊന്നും പറയില്ല, നമ്മളിത് പ്രമോഷൻ സംഭവം ചെയ്യുന്നതല്ല. നമ്മളിതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്, ഞാൻ ആക്ച്വലി എങ്ങനെ എടുക്കാറ്, അതുപോലെ തന്നെ എങ്ങനെ എടുക്കുന്നതാണ് ബെറ്റർ, നിങ്ങൾ ഈ പോളിസി ബസാറിൻ്റെ ഒരു സത്യാവസ്ഥ, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഞാൻ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾ പറയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് ഇൻഫ്ലേഷനൊക്കെ ഭയങ്കരമായിട്ട് പെർസെൻറ്റേജ് ഒക്കെ കൂടി വരും. 15% അതിൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു 5 കൊല്ലം സേവ് ചെയ്ത് വെച്ച കാശ് ഒറ്റ ഹോസ്പിറ്റലിൽ കഴിയാവുന്ന സംഭവമുള്ളൂ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഏറ്റവും വലിയ ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുക ബിസിനസ് നമ്മുടെ ഹോസ്പിറ്റൽ ബിസിനസ്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി ന്യൂസ് കണ്ടായിരിക്കും കേരളത്തിലത്തെ മെയിൻ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ആക്ച്വലി അമേരിക്കൻ കമ്പനീസുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓൾമോസ്റ്റ് അവരുടെ ഷെയറൊക്കെ അവരുടെ കയ്യിലെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഹെൽത്ത് സെഗ്മെൻറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു, അത് അതിനുള്ളിൽ നമ്മളിപ്പോൾ കാറിൻ്റെ ഒക്കെ ചെയ്ത് ഇപ്പോൾ എന്താ പറയുക, കാറ് സർവീസ് ചെയ്യാൻ റിപ്പയർ ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ഇത് മാറിയോ, എൻ്റെ പ്രൂഫ്. അവർ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ കാറിനൊരു പാർട്സ് മാറി, അത് നമ്മൾ നോർമലി ഒരു പഴയ പാർട്സ് കാണിച്ചു തരും. ഇതിലങ്ങനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻഫ്ലേഷൻ. നമുക്ക് നോർമൽ ഇൻഷുറൻസ് അറിയണ്ടായിരിക്കും. നോർമലി ഒരു 7% പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു 7 to 8% നോർമലി ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം പബ്ലിക്കിനൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓൺ പേപ്പർ 5% ഉള്ളെങ്കിലും 5% ഒന്നല്ല, വേറെ ഉടായ്പാണ്. നോർമലി ഒരു 8% കാണിക്കും. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മെഡിക്കൽ സംഭവത്തിനും എല്ലാം 15% 13%. അപ്പോൾ അമ്മാരി പ്രൈസാണ് എല്ലാ കൊല്ലവും കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണമെന്നല്ല പറയുന്നത്, നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായാലേ കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം ഒരു ബിസിനസ്സാണ്. അമ്മാര് എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് നമുക്ക് ഇൻഷുറൻസ് തരാണ്ടിരിക്കാൻ. അപ്പോൾ ഈ സാധനം മെയിനായിട്ട് നോക്കേണ്ട ഒരു പരിപാടിയാണ്. പറഞ്ഞല്ലോ ഇൻഷുറൻസിൻ്റെ കാര്യം, അപ്പോൾ ഓരോമാർ വിളിച്ചു തുടങ്ങി. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ മെയിൻ ചാനൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ തന്നെയാണ്. അതായത് എത്ര ക്ലെയിം അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഒരു കൊല്ലത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 100 എത്ര ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയാണ് റേഷ്യോ ആണ് മെയിൻ. പിന്നെ കംപ്ലയിൻറ്റ് റേഷ്യോ എന്ന് സംഭവമുണ്ട്. അതായത് എത്ര കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, ഇപ്പോൾ 100 ക്ലെയിംസിൽ എത്ര കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എത്ര ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ എത്ര ക്യാഷ് അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മെയിൻ ചാനൽ ഇട്ടുണ്ട്. അത് കാണാത്തവർ പോയി കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ്ലി വാങ്ങിക്കുന്നതാണോ അതുപോലെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സൈഡിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ ബെറ്റർ എന്നാണ്. നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി വാങ്ങിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് HDFCയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നീവോ ഉൾപ്പെടെയാണ് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ആപ്പ് ത്രൂ അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കാം. എല്ലാവർക്കും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും ആപ്പൊക്കെ ഉണ്ട്, എല്ലാ ബ്രാൻഡിനും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു പരിപാടിയാണ് പോളിസി ബസാറും അതുപോലെ തന്നെ അതുപോലത്തെ തേർഡ് പാർട്ടീസ് ആണല്ലോ. അവന്മാർ ഉടായ്പൻ്റെ ആശാന്മാരാണ്. ഒരു പ്രാവശ്യം ഒന്നതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന്മാർ വിളിച്ച് തൊയിരം കെടുത്തുന്നു വേണം, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ഈ എന്താ പറയുക അഗ്രിഗേറ്റേഴ്സാണ്. ഈ പോളിസി ബസാർ എന്നൊക്കെ പറയുന്ന ഒരു അഗ്രിഗേറ്റേഴ്സാണ്. അതായത് കുറേ അവർ ഒരു മീഡിയം എന്നൊക്കെ പറയില്ല, എന്താ കറക്റ്റ് മലയാളത്തിൽ പറയുക, ബ്രോക്കർ എന്ന് പറയാൻ പറ്റില്ല, അതേപോലത്തെ ഒരു സംഭവം തന്നെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡയറക്റ്റ്ലി എടുക്കുന്നതാണ്. ഞാൻ ഡയറക്റ്റ്ലി ഞാൻ എടുക്കാറില്ല. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് പോളിസി ബസാർ എടുത്തിട്ടുണ്ട്, നമ്മുടെ ബൈക്കിൻ്റെ സമയത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഒരു എടുക്കുന്ന സമയത്ത് വരെ ഭയങ്കര കോപ്പറേഷൻ ആയിരിക്കും, ഭയങ്കര വിളിയും മെസ്സേജിങ്ങും വാട്സാപ്പും. എടുത്ത് ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ കിട്ടില്ല, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ സൂക്ഷിച്ചെടുക്കുക, എപ്പോഴും ഡയറക്റ്റ്ലി എടുക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ തൊട്ട് പറയാം. ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സ്റ്റാർ ആയിരുന്നു. അത് ഞാൻ 1 കൊല്ലം ഉപയോഗിച്ചുള്ളൂ, അപ്പം തന്നെ പോർട്ട് ചെയ്തു. വൺ ഓഫ് ദി വേസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കറൻ്റ്ലി എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷേ ഇപ്പോൾ വൺ ഓഫ് ദി വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ കംപ്ലയിൻറ്റ് റേഷ്യോ ആയിക്കോട്ടെ, ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആയിക്കോട്ടെ, എല്ലാം അൾട്രാ പൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ സാധനമാണ്. അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക HDFC ഇറക്കോലിക്കാണ് മാറിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കമ്പനി ഹെൽത്ത് ഇൻഷുറൻസും HDFC ഇറക്കോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലും HDFC ഇറക്കോ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആക്കിയിരിക്കുന്നത്. ഇനി മുമ്പ് ആക്ച്വലി വൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൈഫിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫിൻ്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ആൾക്ക് വൈഫ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നിവാബൂപ്പ ആയിരുന്നു. ഇപ്പോൾ നിവാബൂപ്പ ആക്ച്വലി
റിന്യൂവൽ ടൈം ആയപ്പോൾ നമ്മൾ അതും ആക്ച്വലി HDFCയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. HDFCയുടെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്ലെയിം സെറ്റിൽമെന്റ് വരുന്നുണ്ട്, കംപ്ലൈന്റ് റേഷ്യോ കുറവാണ്. ഇവരുടെ ആകെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇവരുടെ ബാക്കിയുള്ള പ്രീമിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ HDFCയുടെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതുമായിട്ട് കിട്ടിയത്. നമ്മളിതുമായിട്ട് ക്ലെയിമും സംഭവം ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ സപ്പോർട്ട് ആയിക്കോട്ടെ, കസ്റ്റമർ സപ്പോർട്ട് ആയിക്കോട്ടെ, ഇപ്പോൾ എന്താ പറയുക, എക്സാമ്പിളായിട്ട് എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ക്വറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ക്ലാരിഫൈ ചെയ്ത് തരണേലും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പെരുമാറ്റത്തിലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഹെൽത്ത് ഇപ്പോൾ ഞാൻ അടുത്തേക്കെന്തും HDFC ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒപ്റ്റിമസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ അടുത്തേക്കെന്ത് അതിലൊക്കെ നമുക്ക് ആക്ച്വലി എന്താ പറയുക ഈ നമുക്ക് ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആക്ച്വലി ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് തരുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റൂം റെൻറ്റിനൊന്നും നമുക്ക് ഇന്ന റൂം എടുക്കണം അങ്ങനെ സംഭവമൊന്നുമില്ല. നമുക്ക് ഏത് റൂമാണ് എടുക്കാം, ഇൻക്ലൂഡിങ് സ്യൂട്ട് റൂം അടക്കം എടുക്കാം. അതിനൊന്നും ലിമിറ്റേഷൻസും കാര്യമൊന്നുമില്ല. അതൊക്കെ നോക്കേണ്ട പരിപാടിയാണ്. ഞാൻ അതിൽ അത് നമ്മുടെ മെയിൻ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. എന്തൊക്കെ നിങ്ങൾ നോക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ വീഡിയോ ഉണ്ട്. അത് കാണാത്ത കണ്ടോ, ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്യട്ടെ മുകളിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ HDFCയിലേക്ക് ഇപ്പോൾ മാറിയത്. ഇപ്പം മാറിയതല്ല, കുറച്ച് കാലമായി മാറിയത്. നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്നത് HDFC ഇറങ്ങുവാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞോട്ടെ, HDFC ഇറങ്ങുവാൻ്റെ പ്രീമിയം കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതിയിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ബിസിനസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്താലോ അടുത്തിടണം.